ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നവംബർ 17 ഇന്ന് ഒരു നിർണായക ദിനമാണ്. നമ്മുടെ അബ്ദുറഹീമിന്റെ കേസ് പരിഗണിക്കുന്ന ദിനമാണ്. ഇന്ന് നവംബർ 17 ഉച്ചതിരിഞ്ഞ് ഏകദേശം 11 മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് അവസാനമായി കിട്ടുന്ന വിവരം. തീർച്ചയായിട്ടും ഇന്ന് അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഏതാനും നല്ല വാർത്തകൾ സൗദിയിൽ നിന്നും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അബ്ദുറഹീമിന്റെ മോചനത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് കഴിച്ചിലായിട്ട് കണ്ട് എത്തട്ടെ. ഞാൻ പോയി എൻ്റെ മോനെ പോയി കണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അതേമാതിരി കൊണ്ട് എത്തി കാണട്ടെ. മോനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ടല്ലോ അവിടെ പോയിട്ട്, എന്തൊക്കെയാ പറഞ്ഞത് റഹീം? കുറേ പിടിച്ച് കുത്തി കരഞ്ഞ് പിടിച്ച് കുറവ് നടന്ന വർത്താനം പറയാൻ കഴിയണ്ട. ഇത്രയും കണ്ടിട്ട് ഇനി നാട്ടിൽ വന്നിട്ട് വർത്താനൊക്കെ പറയാന്നല്ലാതെ കണ്ടതിലൂടെ കണ്ടാൽ തന്നെ സമാധാനമല്ല. എന്താ പറയുക, കണ്ട സന്തോഷത്തിലൊന്നും പറയാൻ പറ്റിയില്ലെന്നോ? എല്ലാവരും കുറേ കരച്ചിലൂടെയൊക്കെ കൂടി ചായ ഒക്കെ കൊണ്ടുപോയി തന്ന് ഓന് ചായ കൊടുത്ത് ഞാൻ ചായ കുടിച്ച് ഓലൊക്കെ ആയിട്ട് വർത്താനം ഓനെ അങ്ങനെ പോകുന്നു. വീട്ടിൽ പോയിക്കോളി, ഞാൻ എത്രയും പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കന്നെ വന്നിട്ട് കാണട്ടെ. ഒരു കഴിച്ചിലാക്കി തരണ്ടേ, ഓനെ കൂട്ടി പോരാന്ന് വിചാരിച്ചു. ഞാനിങ്ങോട്ട് പോകുന്നു, ഓനെ കിട്ടി കിട്ടട്ടെ. അപ്പോൾ റഹീമിന്റെ ഉമ്മ ഇന്ന് വളരെ സന്തോഷവതിയാണ്. തീർച്ചയായും റഹീമിന് ഇന്ന് സൗദി ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാവട്ടെ, റിലീസ് ഓർഡർ കയ്യിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത് ഇന്ന് ഏകദേശം ഉച്ചതിരിഞ്ഞ് ഒരു 2 മണിയോടുകൂടിയാണ് മറ്റ് എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിരുന്നത്. തീർച്ചയായിട്ടും ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ റിലീസ് ഓർഡർ കയ്യിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് റഹീമിൻ്റെ സഹോദരൻ നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ കൊലക്കുറ്റമാണെങ്കിലും അദ്ദേഹത്തിന് ദിയാദനം നൽകിയതോടുകൂടി സൗദിയുടെ കുടുംബം റഹീമിന് മാപ്പ് നൽകുകയാണ്. അതോടുകൂടി റഹീം കുറ്റവിമുക്തനായി. തീർച്ചയായും സൗദിയിലെ നിയമം അനുസരിച്ച് സൗദി ജയിലധികൃതർ തീർച്ചയായിട്ടും ചെറിയൊരു ശിക്ഷ റഹീമിന് വിധിക്കും. ആ വിധി ഏതായാലും ഒരു 10 വർഷത്തിൽ കൂടാൻ സാധ്യതയില്ല. ഓൾറെഡി റഹീം 18 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു റിലീസ് ഓർഡറാണ് കയ്യിൽ കിട്ടുക എന്നും അത് കഴിഞ്ഞ് വേറെ നിയമ നടപടിയിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല എന്നും ഇന്ന് റിലീസ് ഓർഡർ കൈ കിട്ടുമെന്നുമാണ് റഹീമിന്റെ സഹോദരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രതീക്ഷയിലാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ നിയമങ്ങളല്ലേ, കോടതിന്റെ എന്താണെന്നുള്ളത് അറിയില്ല. റിലീസ് ഓർഡർ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അനുകൂല ഒരു തീരുമാനം തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ അവൻ്റെ യാദൃശ്യമായ സംഭവമാണെങ്കിലും അത് മാപ്പ് നൽകിയോട് കൂടി കേസ് റദ്ദ് ചെയ്ത് ഇനിയിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് പ്രൊസീജിയർ പ്രകാരമുള്ള ചെറിയൊരു എന്തെങ്കിലും ഒരു ശിക്ഷ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതിപ്പോൾ 18 കൊല്ലം നിന്നത് കൊണ്ട് അത് ഔട്ടാവും, പുറത്താവും. അതോടുകൂടി പിന്നെ ജയിൽ മോചിതനാവാനുള്ള റിലീസ് ഓർഡർ ആയിരിക്കും മിക്കവാറും ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ റഹീം ഇവിടുന്ന് ജോലി തേടി പോയതാണ്. നിങ്ങൾ പോയി കണ്ട സമയത്ത് എന്തൊക്കെയാ കാര്യങ്ങൾ പറഞ്ഞത്? ഇല്ല, നമുക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടുള്ളൂ. ഒരു മണിക്കൂർ, അരമണിക്കൂറിലധികം, അങ്ങനെ ഒരു 5-10 മിനിറ്റ് കിട്ടും. പക്ഷെ നമ്മൾ വേറെ ഒരു അമീർ വഴി പോയത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടി. അപ്പോൾ അതിൽ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും സാധിച്ചില്ല. എന്നാലും നമ്മൾ 18 വർഷത്തെ ആ ഒരു കാണാത്ത ഒരു എന്താ പറയുക, സങ്കടവും ദുഃഖവും ഒക്കെപ്പാടെ, എന്താ പറയുക, സന്തോഷവും ഒക്കെപ്പാടെ നിറഞ്ഞിട്ടുള്ള ആ ഒരു കൂടിച്ചേരലായിരുന്നു. അപ്പോൾ അദ്ദേഹവും കുടുംബവും എല്ലാം വളരെ ഹാപ്പിയാണ്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി റിലീസ് ഓർഡർ കൈ കിട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം. ശുഭകരമായ ഒരു വാർത്ത നമ്മെ തേടിയെത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഫണ്ട് പിരിവിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നുമില്ലാത്തിടത്ത് നിന്ന് ഏകദേശം 34 കോടി രൂപ ആവശ്യപ്പെട്ടെടുത്ത് കേരള ജനത നൽകിയത് ഏകദേശം 47 കോടി രൂപയോളമാണ്. തീർച്ചയായിട്ടും അത് ഫണ്ട് നിർത്തേണ്ടി വന്നതാണ്. അങ്ങനെ ഫണ്ട് നിർത്തിയില്ലായിരുന്നെങ്കിൽ ഏകദേശം അതൊരു 100 കോടിയിലേക്ക് പോയനെ എന്നാണ് റഹീമിന്റെ സഹോദരൻ നമ്മോട് പറയുന്നത്. ഈ 47 കോടി രൂപ പിരിച്ചതിൽ ഏകദേശം 36 കോടി രൂപയാണ് ഏകദേശം റഹീമിന്റെ മോചനത്തിനായി ചെലവ് വരുന്നത്. അത് കഴിഞ്ഞുള്ള 11 കോടിയോളം രൂപ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ തന്നെയാണുള്ളത്. ഫണ്ട് പിരിവിനെ പറ്റി റഹീമിന്റെ ജ്യേഷ്ഠന് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം ഒന്നും ഇല്ലാത്തടത്താണല്ലോ നമ്മൾക്കിപ്പോൾ 34 ചോദിച്ചപ്പോൾ 47 എത്തിയത്. 47 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ 47 കോടി 47 കോടിയിലേക്ക് എത്തുക പറഞ്ഞാൽ ആളുകൾ തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഉമ്മാൻ്റെ കരിച്ചിൽ, ആ ഒരു ദുഃഖം, 18 വർഷത്തെ ആ ഒരു മുഖം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിന്നുകൊണ്ടേയിരിക്കുക. ലാസ്റ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഏപ്രിൽ 12 മതി, ഇതിലേക്ക് അയക്കേണ്ട ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അതിലും കൂടും, ചിലപ്പോൾ 100 കോടിയിലൊക്കെ എത്തും. അത്രയും ഒരു ജനങ്ങൾ ഏറ്റെടുത്തു, നമ്മളെ അനിയനെയും ഉമ്മാനെയും ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നന്ദി, കടപ്പാടും അത് മരണം വരെ ഉണ്ടാവും. അത് റഹീമിൻ്റെ വിഷയത്തിൽ നമുക്ക് ആരോടും ഒന്നുമില്ല, നന്ദിയും കടപ്പാടും മറക്കാൻ കഴിയില്ല. അത് ഉമ്മാനോടും പറയണ്ടേ, നമ്മൾ കുടുംബത്തോടും പറയണ്ടേ, നമ്മൾ മരണശേഷം ആ റഹീമിൻ്റെ വിഷയത്തിൽ എന്തും
എപ്പോഴും നമ്മൾ ഇവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ നമ്മളെ സഹായിച്ചവരും സഹകരിച്ചവരും എല്ലാവരും, ഈ സോഷ്യൽ മീഡിയ ആയാലും ഈ ചാനലേഴ്സ് ആയാലും യൂട്യൂബേഴ്സ് ആയാലും എല്ലാവരും. തിരിഞ്ഞ് 2 മണിയോട് കൂടി നമ്മൾ റഹീമിൻ്റെ മോചനം സാധ്യമാകട്ടെ, റിലീസ് ഓർഡർ കൈ കിട്ടട്ടെ, ആ വാർത്തയുമായി വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചു കൊടുത്ത് പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തീർച്ചയായും ശുഭകരമായൊരു വാർത്ത നൽകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വിളിച്ചു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.